ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മുടെ തൈരുമുളക് അഥവാ കൊണ്ടാട്ടമുളക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു മുളക് നമ്മുടെ വീട്ടിലുള്ള ഒരു വയലറ്റ് കാന്താരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ വയലറ്റ് കാന്താരി ഇവിടെ പറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കൊണ്ടാട്ടം നമ്മൾ തയ്യാറാക്കിയെടുക്കുക ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പച്ച നിറത്തിലുള്ള ഉരുണ്ടിട്ടുള്ള ഒരു മുളകാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കാന്താരി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഏത് മുളക് എടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ തൈരുമുളക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മുളക് മൊത്തത്തിൽ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. എല്ലാ മുളകും ഇതേ രീതിയിൽ ഒന്ന് കീറി കൊടുക്കണം. നമ്മൾ ഇതിലോട്ട് തൈര് ചേർക്കുന്ന സമയത്ത് തൈര് ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ അങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന മുളക് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇത് കീറി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ കീറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഇതിപ്പോൾ ഏകദേശം 1.5 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ നമുക്കിതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. കല്ലുപ്പാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അച്ചാറിലൊക്കെ ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അധികമായിട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ തൈര് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു ഉപ്പും തൈരൊക്കെ എല്ലാ രീതിയിലും എല്ലാ മുളകിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച വരെയാണ് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3-4 ദിവസം വരെ മതിയാവും. ദിവസം ഒരു 2 തവണയെങ്കിലും തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുളക് ഇതുപോലെ നന്നായിട്ട് ചുളിഞ്ഞിട്ട് ഈ ഒരു കളറിലൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മുളക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് നേരെ ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിൽ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വേണ്ടി വെയിലത്തോട്ട് വെക്കാം. പിന്നെ നമ്മളിത് ഉണക്കാൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് രാവിലെ ഉണക്കാൻ വെച്ചിട്ട് വൈകുന്നേരം ഈ ഒരു ഉണങ്ങിയ മുളകിനെ നേരെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു തൈരിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം വൈകുന്നേരം ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു തൈര് വറ്റുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്യണം. രാവിലെ ഉണക്കാൻ വേണ്ടി വെക്കുക, വീണ്ടും നമ്മൾ ഇതിലോട്ട് കൊണ്ടിടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെക്കുക. ഇങ്ങനെ ഏകദേശം ഒരു 5 ദിവസം വരെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തൈരൊക്കെ വറ്റിയിട്ട് നമുക്ക് ഈ ഒരു മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ മുളക് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ തൈര് മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ തൈരുമുളക്, നമ്മുടെ കൊണ്ടാട്ടമുളക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടാകാതെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കൊണ്ടാട്ടമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇത് കേടാകാതെ തന്നെ കിട്ടും. പിന്നെ ഈ ഒരു മുളക് കാന്താരി ആയതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യുന്ന ആ ഒരു കൊണ്ടാട്ടത്തെക്കാളും കുറച്ചധികം എരിവുണ്ടാവും കേട്ടോ. ഈ ഒരു കൊണ്ടാട്ടത്തിന് എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.